നമുക്കിന്ന് ഇന്റഗ്രേഷൻ എന്താണെന്ന് നോക്കാം. ഈ ഇന്റഗ്രേഷനോടൊപ്പം തന്നെ നമുക്ക് ഡിഫറൻസിയേഷനും കൂടി നമുക്ക് ജസ്റ്റ് എന്താണെന്നൊന്ന് രണ്ടിന്റെയും കൂടി ഐഡിയ നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് എന്താണെന്നൊന്ന് പറയാം. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു ബോട്ടിലുണ്ട്. ഞാനത് വെള്ളം കൊണ്ടുവരാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോട്ടിലാണ്, ഒരു പൊട്ടുന്ന ബോട്ടിലാണ്. ഇത് എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടി. അപ്പം ഇത് താഴെ വീണ് പൊട്ടിയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ബോട്ടിൽ വെള്ളം നിറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. അപ്പം അതിന്റെ യൂസ്, നമ്മൾ എന്തിനാണോ അത് ഉപയോഗിച്ചിരുന്നത് അത് മാറി ഇല്ലേ. ഈ സെയിം പ്രോസസ്സിനെയാണ് നമ്മൾ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷന് എന്ത് സംഭവിക്കുന്നു, ചേഞ്ച് സംഭവിക്കുന്നു. ഈ ഫംഗ്ഷൻ ഉണ്ടാകുന്ന ചേഞ്ച് നമ്മൾ പഠിക്കുന്നതാണ് ഡെഫിനേഷനായിട്ട്, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ അല്ലേ. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പം ഈ റേറ്റ്, അതായത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫംഗ്ഷന് ചേഞ്ച് സംഭവിച്ചു, ആ പ്രോസസ്സാണ് ഡിഫറൻസിയേഷൻ. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന കുപ്പി താഴെ വീണ് പൊട്ടി, അതിന്റെ യൂസേജ് മാറി, അതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഡിഫറൻസിയേഷൻ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിനി തിരിച്ച് ഈ കുപ്പിയെ പഴയ ഫോമിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. എനിക്ക് അതിനകത്ത് വീണ്ടും വെള്ളം നിറച്ച് കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വീണ്ടും ആ കുപ്പി എടുത്ത് വെച്ച് അതിനെ നമുക്ക്, അതായത് കുറെ പീസുകളായിട്ടാണ് ഇത് പൊട്ടിപ്പോയേക്കുന്നത് അല്ലേ. അപ്പൊ ആ ഓരോ പീസിനെയും നമ്മൾ ഡെറിവേറ്റീവ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പീസുകളെല്ലാം എടുത്ത് വെച്ച് അതിനകത്ത് അഡീഷണൽ സബ്സ്റ്റൻസ് ഒക്കെ ആഡ് ചെയ്ത് ഈ കുപ്പിയെ വീണ്ടും പഴയ ഫോമിലേക്ക് കൊണ്ടുവന്നു. അതിനകത്ത് വെള്ളം നിറച്ച് വെക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നു. ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം ഡിഫറൻസിയേഷനും ഇന്റഗ്രേഷനും മനസ്സിലായല്ലോ. അതായത് നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷന് ചേഞ്ച് സംഭവിക്കുന്നത് ഡിഫറൻസിയേഷനും, ആ ചേഞ്ച് സംഭവിച്ച ഫംഗ്ഷനെ വീണ്ടും പഴയ ഫംഗ്ഷനായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രോസസ്സ് ഇന്റഗ്രേഷനുമാണ് അല്ലേ. അപ്പം അതായത് നമുക്ക് അതിനെ പഴയ രീതിയിലേക്ക്, അതായത് ഒരു ഫംഗ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതായത് ഒരു കുപ്പി നമ്മുടെ കയ്യിൽ, ആ കുപ്പി പൊട്ടുന്ന പ്രോസസ്സ് ഡിഫറൻസിയേഷൻ, അതിനെ വീണ്ടും തിരിച്ച് പഴയ ഫോമിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സ് ഇന്റഗ്രേഷൻ. ഇതാണ് നമുക്ക് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷൻ, അതായത് നമ്മൾ എപ്പോഴും പറയുന്നതാണ് എന്ത്, ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് റിവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഡിഫറൻസിയേഷന്റെ റിവേഴ്സ് പ്രോസസ് ആണ്. ആ പ്രോസസ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. നമ്മുടെ കയ്യിലുള്ള ഫംഗ്ഷന് നമ്മൾ ചേഞ്ച് സംഭവിക്കുന്നു, ചേഞ്ച് ചെയ്ത ഫംഗ്ഷനെ വീണ്ടും പഴയ ഫോമിലേക്ക് നമുക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സ് ഇന്റഗ്രേഷൻ. ഇതാണ് ഇവ തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. ഇതിന്റെ ഡെറിവേറ്റീവ് ഞാൻ എടുക്കുന്നു, എഫ് ഡാഷ് എക്സ്. എഫ് ഡാഷ് എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. നമുക്കറിയാം ഡെറിവേറ്റീവ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്, നമുക്ക് ഫോർമുല ആയിട്ടൊക്കെ അറിയാം, എൻ എക്സ് റേസ് ടു എൻ മൈനസ് 1 ആണ് അല്ലേ, എക്സ് റേസ് ടു എന്നിന്റെ ഡെറിവേറ്റീവ്. പക്ഷെ നമുക്കിവിടെ നമ്മൾ ജസ്റ്റ് പോളിനോമിയൽ ഫംഗ്ഷൻ ഒക്കെ നമ്മൾ അങ്ങനെ ഡെഫിനേഷൻ ആയിട്ട് പഠിക്കണമെന്നില്ല. ആ പവർ അങ്ങനെ എഴുതുക, 2 ആണ് നമ്മുടെ പവർ. എക്സിന്റെ പവർ 1 കുറച്ചെഴുതുക, ഡിഫറൻസിയേഷൻ ആകുമ്പോൾ ഒരെണ്ണം കുറച്ചെഴുതുക. അപ്പൊ നമുക്കറിയാം അതിന്റെ ഡെറിവേറ്റീവ് എന്താണ്, 2x ആണ് അല്ലെ. എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 2x. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്, ഇതിനെ തിരിച്ച് പഴയ ഫോമിലേക്ക് കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ഇന്റഗ്രേഷൻ. അപ്പൊ നമുക്ക് ഈ 2x-നെ നമ്മൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്താൽ തിരിച്ചിത് പഴയ ഫോമിലേക്ക് വരുമോ എന്ന് നോക്കാം. ഇന്റഗ്രൽ 2x dx. ഇന്റഗ്രൽ 2x dx എന്ന് പറഞ്ഞാൽ എന്താ, 2 ഇൻറ്റു എക്സ്, നേരെ നമ്മളിപ്പോ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. അതായത് എക്സിന്റെ പവർ കൂടുക ചെയ്യുന്നത്. ഇന്റഗ്രേഷനിൽ എന്ത് ചെയ്യും, കൂടും. ഡിഫറൻസിയേഷനിൽ പവർ കുറയും, ഇന്റഗ്രേഷനിൽ പവർ കൂടും. അപ്പൊ എക്സിന്റെ പവർ എങ്ങനെയായി, 1 കൂടി അല്ലേ. അപ്പൊ എന്ത് കിട്ടും, എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ആ പവർ കൊണ്ട് ഡിവൈഡ്, കൂടിയ പവർ n+1 ആണ് വരുന്നത്, n+1 കൊണ്ട് ഡിവൈഡ് കൂടെ ചെയ്യണം അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2ഉം 2ഉം കട്ട് ചെയ്യുന്നു, നമുക്ക് എക്സ് സ്ക്വയർ എന്ന് തന്നെ ഒരു ഫംഗ്ഷൻ കിട്ടുന്നു ആണല്ലോ. അപ്പൊ ഈ എക്സ് സ്ക്വയർ ആണല്ലേ നമ്മുടെ ഒറിജിനൽ ഫംഗ്ഷൻ, എക്സ് സ്ക്വയർ അല്ലായിരുന്നു. അപ്പൊ നമുക്ക് ആ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഒറിജിനൽ ഫംഗ്ഷനെ തിരിച്ചു കിട്ടി ഇല്ലേ. അപ്പം നമ്മൾ പറഞ്ഞു ശരിയാണ്, നമുക്ക് ഒരു ഫംഗ്ഷനെ ചേഞ്ച് ചെയ്ത് 2x ആക്കി അതിനെ തിരിച്ച് വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, പഴയ ഫംഗ്ഷനിലേക്ക് തിരിച്ചു കിട്ടി. ഇനി ഞാൻ വേറൊരു ഫംഗ്ഷൻ എടുക്കുകയാണ്, എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 3. ഇതൊരു ഫംഗ്ഷൻ ആണ്.
അപ്പം ഇവിടെ നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നു എഫ് ഡാഷ് എക്സ് അല്ലെ, എഫ് ഡാഷ് എക്സ്. ഇവിടെ എന്താണ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ മാതിരി 2x ആണ്. 3 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 0 ആണ് അല്ലെ. അപ്പൊ ഇതങ്ങ് 0 ആയി പോയി. അപ്പൊ എന്താ നമുക്ക് കിട്ടുന്ന ആൻസർ 2x എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത് ആണല്ലോ. അപ്പൊ നമ്മുടെ ഇനി ശരിക്കും എന്താ ഈ ഫംഗ്ഷന് ചേഞ്ച് സംഭവിച്ചപ്പോൾ അവിടെ ഒരു +3 എന്ന് പറയുന്ന ടേം അവിടെ മിസ്സേ ആയി പോയി അല്ലെ. അവിടെ പോയി നമുക്കത് നഷ്ടപ്പെട്ടു പോയി. +3 +3 എന്ന് പറയുന്ന ഫംഗ്ഷൻ നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി തിരിച്ച് ഞാനൊന്ന് നോക്കട്ടെ. ഈ 2x ദാ ഇവിടെ നമുക്ക് ഓൾറെഡി കിടപ്പുണ്ട്. 2x dx എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇന്റഗ്രേഷൻ ചെയ്തു. നമുക്ക് കിട്ടുന്ന ആൻസറിനെയല്ലേ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുന്നത്. ഇന്റഗ്രേഷൻ ചെയ്താൽ എന്ത് മാത്രമേ കിട്ടൂ, നമുക്ക് x² മാത്രമേ കിട്ടത്തുള്ളൂ അല്ലെ. അങ്ങനെ x² മാത്രം കിട്ടിയാൽ നമുക്ക് നമ്മുടെ പഴയ ഫംഗ്ഷനിലേക്ക് എത്തുവോ? ഇല്ല. പഴയ ഫംഗ്ഷനിൽ എത്തണമെങ്കിൽ എന്തുകൂടെ വേണം, ഒരു +3യും കൂടെ വേണം അല്ലേ. പക്ഷെ നമ്മുടെ കയ്യിൽ ആ +3 ഉണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇന്റഗ്രേഷൻ ചെയ്യുമ്പം നമ്മൾ എന്ത് കൊടുക്കും, ഒരു +c എന്ന് പറയുന്ന ഒരു വാല്യൂം കൂടെ കൊടുക്കും. ഇതിനൊരു പേരുണ്ടായിരുന്നല്ലോ, എന്താ ഇതിന്റെ പേര്, ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ്. എന്താണ് ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഈ x² കൂടെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ എപ്പോഴും എന്താണ് ഒരു +cയും കൂടി നമ്മൾ ഇടണം. എന്തുകൊണ്ടാണ്, നമ്മുടെ കയ്യിൽ അതിന്റെ ഇനിഷ്യൽ കണ്ടീഷൻസ് ഒന്നും നമ്മുടെ കയ്യിലില്ല. ആ സിയുടെ ഇനിഷ്യൽ കണ്ടീഷൻസ് നമുക്ക് കൊടുത്താൽ ആ +3 എന്നുള്ള കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടും. നമുക്ക് തിരിച്ച് വീണ്ടും കറക്റ്റ് ആയിട്ട് ആ പഴയ ഫോമിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പം ആദ്യത്തെ കേസിലാണെങ്കിൽ ആ സിയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലെ. രണ്ടാമത്തെ കേസിലോ രണ്ടാമത്തെ പ്രോബ്ലത്തിലോ ആ സിയുടെ വാല്യൂ എത്രയായിരിക്കും, 3 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതായത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത് നമുക്ക് കറക്റ്റ് പഴയ ഫോമിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, ആ ബോട്ടിൽ താഴെ വീണ് പൊട്ടിയപ്പോൾ നമ്മൾ ബോട്ടിലിനെ ചുമ്മാതെ എടുത്തങ്ങോട്ട് വെച്ചാൽ അത് പഴയ ഫോമിലാകുമോ? ഇല്ല. അതിനകത്തിൽ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്താ ഒട്ടിച്ച് നല്ല വൃത്തിയാക്കി പഴയതുപോലെ നമ്മൾ വെള്ളം അതിനകത്ത് നിറച്ച് വെക്കുന്ന പ്രോസസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പം ആ അഡീഷണൽ ആയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഇവിടുത്തെ ഇന്റഗ്രേഷനിൽ എന്തെന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ്. ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് സി. അപ്പൊ ഈ ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമുക്ക് അതിന്റെ ഇനിഷ്യൽ കണ്ടീഷൻസ് ഒക്കെ തരികയാണെങ്കിൽ നമുക്ക് ഈ സിയുടെ വാല്യൂ ഓരോ പ്രോബ്ലത്തിനും എന്താണ് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ഈ ഫംഗ്ഷനെ തിരിച്ച് പഴയ ഫംഗ്ഷനിലേക്ക് തന്നെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് ജസ്റ്റ് ബേസിക് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞ ഒരു ഐഡിയ. ഇതാണ്. ഇനി നമുക്ക് ഇതിന്റെ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.